നമസ്കാരം. ടീം UDF എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട അധികാരത്തിൽ എത്തിയ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യകാല നടപടികളിൽ തന്നെ അതൃപ്തികൾ പുകയുന്നു. വകുപ്പ് സെക്രട്ടറിമാരും കളക്ടർമാരും അടക്കമുള്ള IAS-കാരെ മാറ്റി നിയമിച്ചതിൽ മന്ത്രിമാർക്കിടയിൽ അതൃപ്തി ഉടലെടുത്തിരുന്നു. മന്ത്രിമാരെ അറിയിക്കാതെയാണ് ഇത്തരം നിയമനങ്ങൾ നടത്തിയതെന്നാണ് വിവാദം മുറുകാൻ ഇടയാക്കിയത്. ഇതിനിടെ തിങ്കളാഴ്ച രാവിലെ മന്ത്രിസഭ ചേരും. റവന്യൂ മന്ത്രി അറിയാതെയാണ് കളക്ടർമാരെ മാറ്റിയതെന്നും വ്യവസായ സെക്രട്ടറിയുടെ നിയമനം വകുപ്പ് മന്ത്രി അറിഞ്ഞില്ലെന്നുമാണ് ആക്ഷേപം. കളക്ടർമാരുടെ നിയമനത്തിലും ചില മന്ത്രിമാർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ആഭ്യന്തര കാര്യമാണെന്നും പരസ്യമായി പ്രതികരിക്കാനില്ല എന്നുമാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വ്യവസായ ഡയറക്ടറായി കണ്ണൂർ കളക്ടർ അരുൺ K. വിജയനെ നിയമിച്ചതാണ് കുഞ്ഞാലിക്കുട്ടിയെ ചൊടിപ്പിച്ചത്. മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ ഫോണിൽ ബന്ധപ്പെട്ടാണ് സ്ഥലം മാറ്റ തീരുമാനമെടുത്തത്. അറിയിക്കാതെ കളക്ടർമാരെ മാറ്റിയതിലുള്ള രോഷം റവന്യൂ മന്ത്രി AP അനിൽകുമാർ മുഖ്യമന്ത്രിയെയും UDF നേതാക്കളെയും അറിയിച്ചു. KC വേണുഗോപാലിന്റെ മുന്നിലും പരാതിയെത്തി. തീരുമാനം മരവിപ്പിക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിച്ചില്ല. സ്ഥലം മാറ്റപ്പെട്ടവരോട് തിങ്കളാഴ്ച ചുമതലയേൽക്കാനാണ് നിർദ്ദേശിച്ചത്. ഒരു ദിവസത്തെ ഇടവേളയിലുള്ള ചുമതലയേൽക്കൽ ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രത്തൻ കേൽക്കറെ നിയമിച്ചത് ഘടകകക്ഷികളിലും കോൺഗ്രസിലും ചർച്ചയായിട്ടുണ്ട്. ബുധനാഴ്ച ബക്രീദ് അവധിയായതിനാലാണ് മന്ത്രിസഭായോഗം തിങ്കളാഴ്ച ചേരുന്നത്. വൈകുന്നേരത്തോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രധാനമന്ത്രിയെ കാണുന്നതിനായി ഡൽഹിക്ക് പോകുന്നുണ്ട്. ചൊവ്വാഴ്ചത്തേക്കാണ് പ്രധാനമന്ത്രി സമയം അനുവദിച്ചിട്ടുള്ളത്. സൗഹൃദ സന്ദർശനമാണെന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും PM ശ്രീയും മറ്റ് വികസന കാര്യങ്ങളും ചർച്ചയായേക്കും. കേന്ദ്രമന്ത്രിമാരെയും സന്ദർശിച്ചേക്കും. ചൊവ്വാഴ്ച രാത്രി തന്നെ മടങ്ങിയെത്താനാണ് തീരുമാനം. മലബാർ മേഖലയിൽ ഹയർ സെക്കൻഡറി ബാച്ചും സീറ്റുകളും അനുവദിക്കുന്ന കാര്യം മന്ത്രിസഭയിൽ എത്തിയേക്കും. 29-ന് നിയമസഭയിൽ ഗവർണർ നടത്തുന്ന നയപ്രഖ്യാപനത്തിന്റെ കരടും അംഗീകരിക്കും. ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിനുള്ള വിശദാംശങ്ങൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി ഗതാഗത വകുപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിനിടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചുവട് പിടിച്ചുള്ള PM ശ്രീ വിഷയത്തിൽ UDF-ന് മുന്നിൽ വെല്ലുവിളികൾ പലതാണ്. സ്കൂൾ പദ്ധതി വീണ്ടും ചർച്ചയായിരിക്കെ രാഷ്ട്രീയ പ്രതിരോധമുയർത്താൻ CPM ഒരുങ്ങുകയാണ്. LDF സർക്കാർ PM ശ്രീ കരാറിൽ ഒപ്പിട്ടപ്പോൾ അതിനെ എതിർത്തുള്ള UDF നേതാക്കളുടെ പ്രസ്താവനകൾ ഓർമ്മിപ്പിച്ചാണ് സൈബർ പ്രചരണം.